Magnifique. കാടടക്കി ഭരിച്ച ഒരു കോമിക് കഥാപാത്രമാണ് ടാർസൻ. ഒരേ സമയം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഭാഷ അറിയാവുന്ന ടാർസൻ മനുഷ്യരിൽ നിന്നും അകന്ന് ജീവിച്ചു. അതേസമയം കാട്ടിലെ ഏത് നിഗൂഢ വഴികളിലൂടെയും അവൻ അനായാസമായി സഞ്ചരിക്കും. ലിയോ അർബൻ എന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവിന്റെ വീഡിയോ കണ്ട് ചോദിക്കുന്നവർ ചോദിക്കുന്നത് മറ്റൊന്നല്ല, അദ്ദേഹം ടാർസന്റെ കൊച്ചുമകനാണോ എന്നാണ്. ലിയോ അർബന്റെ ഇൻസ്റ്റഗ്രാം പേജിലെ ടാഗ് ലൈൻ തന്നെ മനുഷ്യന്റെ പരിധി ഉയർത്താൻ മൃഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എന്നാണ്. ലിയോപോൾഡ് ലിയോ അർബൻ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത്. ചില ആരാധകർ അദ്ദേഹത്തെ ടാർസൻ എന്നും വിളിക്കുന്നു. ലിയോ അർബന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ കടന്നുപോയ ആർക്കും ഇത്തരമൊരു സംശയമുണ്ടായാൽ അതിശയിക്കാനില്ല. കൂറ്റൻ മരങ്ങളിൽ വലിഞ്ഞു കയറിയും മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടിയും കൂറ്റൻ പാറകളിൽ വലിഞ്ഞു കയറിയും തണുത്ത നദിയിൽ കിടക്കുന്നതുമായ നിരവധി വീഡിയോകൾ നമുക്ക് അദ്ദേഹത്തിന്റെ പേജിൽ കാണാൻ കഴിയും. ഓരോ വീഡിയോയും ഏതെങ്കിലും ഒരിടത്ത് വച്ച് നിങ്ങളിൽ ഭയം നിറയ്ക്കുമെന്നത് ഉറപ്പ് തന്നെ. അത്രയേറെ അപകടം പതിയിരിക്കുന്നതാണ് ഓരോ വീഡിയോയിലുമുള്ള കാഴ്ചകൾ. 196 അടി ഉയരമുള്ള മരങ്ങളിൽ നിന്ന് അദ്ദേഹം അനായാസമായി കയറും. കുരങ്ങിനെ പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിമറിയും. ലിയോ ഏതാണ്ട് 20 വർഷമായി പാർക്കറും മലകയറ്റവും പരിശീലിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ 20 ലക്ഷത്തിലധികം പേരാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത്. 68 ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോയാണ് മുകളിൽ പങ്കുവച്ചിരിക്കുന്നത്. 90 അടി ഉയരത്തിൽ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ലിയോയെ നമുക്ക് വീഡിയോയിൽ കാണാം. പെട്ടെന്ന് കൊമ്പൊടിഞ്ഞു വീഴുന്നു. എന്നാൽ അയാൾ ഉടനെ തന്നെ അടുത്ത മരത്തിന്റെ കൊമ്പിലേക്ക് മുറുകെ പിടിച്ച് രക്ഷപ്പെടുന്നു. അതേ വീഡിയോയിൽ ഒരു കുരങ്ങിനെ പോലെ ഒരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, രണ്ടാമത്തെ മരത്തിൽ നിന്ന് മൂന്നാമത്തെ മരത്തിലേക്ക് ലിയോ ചാടുന്നു. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം കൈകൾ വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം ഉപയോഗിക്കുന്നുള്ളൂ. കാടിനെ മെരുക്കാനും അടുത്ത ടാർസനാകാനുമുള്ള നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിർത്തിയില്ല എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ ഈ വീഡിയോയ്ക്ക് മറുപടിയായി എഴുതിയത്. എന്തായാലും ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇന്ന് നമുക്ക് നാളെ കാണാം.